ഇന്ധന പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് ഡ്യൂട്ടി കുറച്ചിരിക്കുകയാണ്. ലിറ്ററിന് 10 രൂപ വീതമാണ് കുറച്ചത് എന്നതാണ്. കാരണം നിലവിലെ സാഹചര്യം നമുക്കറിയാം. ഇന്നലെ നയാര എന്ന ഒരു സ്വകാര്യ കമ്പനി, പെട്രോളിയം കമ്പനി, അവരുടെ ഡീസലിനും പെട്രോളിനും വലിയ അളവിൽ 5 രൂപ 30 പൈസയും പിന്നെ 3 രൂപ അങ്ങനെ വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. മറ്റ് കമ്പനികളും വില വർദ്ധിപ്പിച്ചേക്കുമെന്ന ആശങ്ക നിലനിൽക്കെ അങ്ങനെ ഒരു ഭാരം പൊതുജനങ്ങൾക്ക് മേൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നു എന്നതാണ്. എക്സൈസ് ഡ്യൂട്ടിയിൽ വലിയ ഇളവ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, എങ്ങനെയാണ് ഈ ഇടപെടൽ, എങ്ങനെയാണ് എക്സൈസ് ഡ്യൂട്ടിയിൽ ഇളവ് വരുത്തുന്നത്? അത് ജനങ്ങളിലേക്ക് ഈ ഇന്ധനം എത്തുമ്പോൾ എങ്ങനെയാണ് പ്രതിഫലിക്കുക? അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലിന്റെ വരവ് വളരെ കുറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് രാജ്യത്ത് ഈ ഇന്ധന പ്രതിസന്ധി സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. കാരണം ഈ പല എണ്ണ കമ്പനികളും ഈ ക്രൂഡ് ഓയിലിൻ്റെ വില രാജ്യാന്തര തലത്തിൽ തന്നെ $100 പുറത്തൊരു ബാരലിന് വിലയാകുന്ന പശ്ചാത്തലത്തിൽ ഈ വില വർധനവ് അനിവാര്യമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പല എണ്ണ കമ്പനികളും കടുത്ത നഷ്ടത്തിലായിരുന്നു പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പല കണക്കുകളും പ്രകാരം നോക്കുകയാണെങ്കിൽ ഓരോ ലിറ്റർ ഈ പെട്രോളിൻ്റെയും മറ്റും വിൽപ്പനയ്ക്ക് 48.8 രൂപയുടെ വരെ നഷ്ടം ഈ പല എണ്ണ കമ്പനികളും കണക്കാക്കിയിരുന്നു. കാരണം രാജ്യാന്തര വിപണിയിൽ ക്രൂഡിൻ്റെ വില അങ്ങനെ കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ എണ്ണ കമ്പനികൾ തന്നെ ഈ വില വർധനവില്ലാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല എന്നൊരു സാഹചര്യം കേന്ദ്ര സർക്കാരിനെയൊക്കെ അറിയിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് ഡ്യൂട്ടിയിൽ കുറവ് വരുത്തുക എന്നതാണ്. ലിറ്ററിന് 10 രൂപയുടെ കുറവാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് പെട്രോളിൻ്റെ എക്സൈസ് ഡ്യൂട്ടി 13 രൂപയായിരുന്നു. അത് 3 രൂപയായി കുറയ്ക്കുകയും ഡീസലിൻ്റെ 10 രൂപയിൽ നിന്ന് 0 രൂപ, അതായത് ഡീസലിന് എക്സൈസ് ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ദിവിഷ് ചോദിച്ചതുപോലെ തന്നെ സാധാരണ ജനങ്ങളിലേക്ക് ഇത് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാകുമെന്ന് കരുതുന്നില്ല. കാരണം എണ്ണ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന വൻ നഷ്ടം അത് നികത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതായുണ്ട്. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ നിലവിൽ നയാര കമ്പനിയാണ് ഇന്നലെ വില വർദ്ധിപ്പിച്ച് 5 രൂപ 30 പൈസ പെട്രോളിനും 3 രൂപ ഡീസലിനുമാണ് അവർ കൂട്ടിയത്. മറ്റ് എണ്ണ കമ്പനികൾ ഇപ്പോൾ ഈ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഇളവ് കിട്ടിയ സാഹചര്യത്തിൽ നിരക്ക് കൂട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടോ ബാലു? അതോ ഈ രീതിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് എങ്കിലും മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണോ? ദിവിഷ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 ലിറ്റർ ഈ പെട്രോൾ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഡീസൽ വിൽക്കുമ്പോൾ ഏതാണ്ട് 48.8 രൂപയുടെയുള്ള നഷ്ടം നിലവിൽ ഈ എണ്ണ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് ഈ എണ്ണ കമ്പനികൾ മറ്റും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിലവർധനവ് അനിവാര്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇതിൽ തന്നെ പശ്ചിമ ബംഗാളും അസമും ഒക്കെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു വർധനവിന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് എണ്ണ കമ്പനികളെ സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഇത്തരം ഒരു ഇടപെടൽ ഉടൻ ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും വില വർധനവ് അനിവാര്യമായിരിക്കും. പക്ഷേ അത് എപ്പോൾ ഉണ്ടാകുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടതായുള്ളത്. കാരണം എണ്ണ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ വില വർധനവ് ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഈ പശ്ചിമേഷ്യയിലെ സ്ഥിതി നമുക്കെല്ലാം അറിയാം. അവിടെ ഈ അനിശ്ചിതത്വം എന്ന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും ആർക്കുമില്ല. കാരണം ഈ മധ്യസ്ഥ ചർച്ചകളൊക്കെ നടക്കുന്നുവെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഇതിൽ കാര്യമായ പുരോഗതിയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി കുറച്ച് ദിവസം കൂടി നീണ്ടു നിൽക്കുവാനാണ് സാധ്യത. ആ സാഹചര്യത്തിൽ വിലവർധന ഉണ്ടാകും. പക്ഷെ അത് എപ്പോൾ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി അറിയേണ്ടതായി ബാക്കിയുള്ളത്.